ഫെബ്രുവരി 4 വിശുദ്ധ ജോൺ ഡെ ബ്രിട്ടോ രക്തസാക്ഷി. ജനനം 1647, മരണം 1693. വിശുദ്ധ ജോൺ ഡെ ബ്രിട്ടോ ജനിച്ചത് പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നഗരത്തിലായിരുന്നു. 1647 ജനിച്ച അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സമ്പന്നരും രാജകീയ കുടുംബത്തിൽ പെട്ടവരുമായിരുന്നു. ബാല്യത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ട ജോൺ പിന്നീട് മാതാവായ ഡോൺ ബയാട്രീസിന്റെ സംരക്ഷണയിലായിരുന്നു വളർന്നു വന്നത്. രാജകീയ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നതുകൊണ്ട് പിൽക്കാലത്ത് പോർച്ചുഗൽ രാജാവായി തീർന്ന ഡോൺ പെദ്രോ രണ്ടാമന്റെ കളിക്കൂട്ടുകാരനായി കുറേക്കാലം രാജകൊട്ടാരത്തിൽ തന്നെയായിരുന്നു ജോണിന്റെ താമസം. ഒരു ഭക്തനായി ജീവിച്ചിരുന്ന ജോണിന്റെ ജീവിതം കൂട്ടുകാർക്ക് അത്ര രസിച്ചിരുന്നില്ല. അതുകൊണ്ട് രാജകൊട്ടാരത്തിൽ തന്നെ ജോണിന് ഒത്തിരിയേറെ നിന്ദനയും ഉപദ്രവങ്ങളും സഹിക്കേണ്ടി വന്നിരുന്നു. ജോണിന് 11 വയസ്സായപ്പോൾ മാരകമായ ഒരു രോഗം ബാധിച്ച് അമ്മ ഈശോ സഭ വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യറുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. ഈശോ സഭ വൈദികർ അന്ന് ധരിച്ചു പോന്നിരുന്ന വസ്ത്രം ഒരു കൊല്ലത്തേക്ക് ജോണിനെ അണിയിച്ചു കൊള്ളാമെന്ന് അമ്മ ബിയാട്രീസ് ഒരു നേർച്ച നേരുകയും ചെയ്തു. അധികം താമസിയാതെ ജോൺ പൂർണ്ണമായ രോഗവിമുക്തനായി. ഈ സംഭവം ഒരു ഈശോ സഭ വൈദികനാകുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരുന്നു. ഭാരതത്തിന്റെ വലിയ അപ്പസ്തോലനായ ഫ്രാൻസിസ് സേവ്യറിന്റെ വേഷങ്ങൾ ധരിച്ച് അവിശ്വാസികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രവർത്തിക്കാനും ഒരു മിഷനറിയായി ഇന്ത്യയിൽ നിന്ന് വന്ന് ജോലി ചെയ്യാനും അദ്ദേഹത്തിന് അദ്യമമായ ആഗ്രഹമുണ്ടായിരുന്നു. 1662 ഡിസംബർ 17 ജോൺ ഡെ ബ്രിട്ടോ ലിസ്ബണിലെ ഈശോ സഭ ഭവനത്തിൽ പ്രവേശിച്ച് ഒരു നവസന്യാസിയായി പരിശീലനം തുടങ്ങി. അക്കാലത്ത് ഇന്ത്യയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന ഈശോ സഭ വൈദികരുടെ കത്തുകൾ അവിടെ എത്തിക്കൊണ്ടിരുന്നു. അവരുടെ സാഹസികമായ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ഇന്ത്യയിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് പോകുവാൻ ജോണിന് ഒത്തിരിയേറെ ആവേശം നൽകുകയും ചെയ്തു. അതുകൊണ്ട് വൈദികനായ ശേഷം ഒരു മിഷനറിയാകുവാൻ അദ്ദേഹം കൊതിച്ചു. ലിസ്ബണിലെ പഠനകാലത്ത് നല്ല നിലവാരം പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് വൈദികനായ ശേഷം അദ്ദേഹത്തെ അവിടെ തന്നെ നിലനിർത്താനാണ് അധികാരികൾ താൽപ്പര്യപ്പെട്ടിരുന്നത്. എങ്കിലും ഇന്ത്യയിലേക്ക് ഒരു മിഷനറിയായി പോകുവാൻ അദ്ദേഹം അനുവാദം തേടി. അദ്ദേഹത്തിന്റെ മാതാവും കുടുംബക്കാരും ഇതിനെ എതിർത്തു. അദ്ദേഹം പോർച്ചുഗൽ വിട്ടുപോകാതിരിക്കാൻ അമ്മ മാർപ്പാപ്പയുടെ പ്രതിനിധിയുടെ സഹായം വരെ അപേക്ഷിച്ചു. ലോകത്തിൽ നിന്ന് എന്നെ സന്യാസത്തിലേക്ക് വിളിച്ച ദൈവം എന്നെ ഇന്ത്യയിലേക്ക് വിളിച്ചിരിക്കുന്നു. ഇതായിരുന്നു ജോൺ ബ്രിട്ടോയുടെ മറുപടി. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ദൈവവിളിക്ക് പ്രത്യുത്തരം നൽകാതിരുന്നാൽ ദൈവനീതിയെ എതിർക്കുന്നതായിരിക്കും എൻ്റെ പ്രവൃത്തി. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് പോകാൻ തന്നെ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. നീണ്ടകാലത്തെ പ്രാർത്ഥനയുടെയും പരിശ്രമത്തിൻ്റെയും ഫലമായി ജോൺ ഡെ ബ്രിട്ടോയ്ക്ക് ഇന്ത്യയിലേക്ക് പോകുവാൻ അധികാരികൾ അനുവാദം കൊടുത്തു. എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് ഈശോ സഭ സഹോദരങ്ങൾക്കൊപ്പം അദ്ദേഹം 1673 സെപ്റ്റംബർ 6 ഗോവയിലെത്തിയ ഉടനെ അദ്ദേഹം ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയതിനു ശേഷം തമിഴ്നാട്ടിലെ മധുര മിഷനിൽ ചേർന്ന് പ്രവർത്തിച്ചു. അതിനിടെ അദ്ദേഹം കേരളത്തിലും എത്തിയിരുന്നു. മധുര മിഷനിൽ പ്രവർത്തനം തുടങ്ങിയ ജോൺ ഡെ ബ്രിട്ടോ അന്നാട്ടിലെ ബ്രാഹ്മണരുടെ വേഷവും ഭക്ഷണരീതിയും അനുകരിച്ചാണ് പിന്നീട് ജീവിച്ചത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി നിരവധി പേർ മാനസാന്തരപ്പെട്ടു. വെറും 3 മാസം കൊണ്ട് 2070 പേരാണ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. 14 വർഷം അദ്ദേഹം തഞ്ചാവൂർ, മധുര, രാമേശ്വരം മുതലായ ചൂടേറിയ സ്ഥലങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു. സസ്യാഹാരം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം. ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവിടുത്തെ നാട്ടുരാജാവ് രോഷാകുലനായി അദ്ദേഹത്തെ പിടിച്ച് ജയിലിലടച്ചു. അവിടെ അദ്ദേഹത്തെ കഠിനമായി പീഡിപ്പിച്ചു. കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം ജയിൽ മോചനായെങ്കിലും മേലിൽ മറവ രാജ്യത്ത് കാലുകുത്തിപ്പോകരുന്ന താക്കീതോടെ അദ്ദേഹത്തെ നാടുകടത്തി. അധികാരികൾ അദ്ദേഹത്തെ ഗോവയിലേക്ക് തിരിച്ചു വിളിച്ചു. 1683 പോർച്ചുഗലിലേക്ക് മടക്കി അയച്ചു. 8 കൊല്ലത്തിനു ശേഷം 1691 സകല എതിർപ്പുകളെയും തരണം ചെയ്ത് അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട മധുര മിഷൻ തിരിച്ചെത്തി. ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള വിശാലമായ ഭൂപ്രദേശങ്ങളിൽ ചുട്ടുപൊള്ളുന്ന പാതകളിലൂടെ ചവിട്ടി നടന്നാണ് അദ്ദേഹം തന്റെ സുവിശേഷ ദൗത്യം നിർവഹിച്ചിരുന്നത്. 1692 വിശുദ്ധന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട തടിയർ ദേവർ രാജകുമാരൻ ജ്ഞാനസ്നാനം സ്വീകരിക്കാനായി ജോൺ ബ്രിട്ടോയെ സമീപിച്ചു. അദ്ദേഹത്തിന് നിലവിൽ 5 ഭാര്യമാരുണ്ടായിരുന്നു. ക്രിസ്ത്യാനിയാകാൻ വേണ്ടി അതിൽ 4 ഭാര്യമാരെയും അവർക്ക് വേണ്ട അവകാശങ്ങൾ കൊടുത്ത് ദേവർ ഉപേക്ഷിച്ചു. ഇതിൽ ഒരാളായ രാമനാട്ട് രാജാവിന്റെ അനന്തരവൾ ബ്രാഹ്മണരുടെ ഉപദേശപ്രകാരം പ്രതികാരത്തിനായി രാജാവിനെ നിർബന്ധിച്ചു. അധികം താമസിയാതെ വിശുദ്ധ ജോൺ ബ്രിട്ടോയെ ബന്ധനസ്ഥനാക്കി. കഠിനമായ പീഡനങ്ങൾക്ക് ശേഷം 1693 ഫെബ്രുവരി 4 അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്തു വധിച്ചു.
ഒരു സ്ത്രീയുടെ വിദ്വേഷം ആളിക്കത്തിയതിന്റെ അനന്തരഫലമായി വിശുദ്ധ സ്നാപക യോഹന്നാനെ പോലെ വിശുദ്ധ ജോൺ ബ്രിട്ടോയും രക്തസാക്ഷിയായി. ഈ രക്തസാക്ഷിത്വത്തിന്റെ വാർത്ത ലിസ്ബണിലെത്തിയപ്പോൾ പെഡ്രോ രാജാവ് ഒരു വമ്പിച്ച കൃതജ്ഞതാബലിക്കും തിരുക്കർമ്മക്കും കൽപ്പനയിട്ടു. ആ കൃതജ്ഞതാബലിയിൽ രക്തസാക്ഷിയുടെ അമ്മ ഡോൺ ബയാട്രീസ് ആഘോഷപൂർവകമായ വസ്ത്രങ്ങൾ ധരിച്ച് ഉടനീളെ സംബന്ധിച്ചിരുന്നു. കാരണം അതൊരു കൃതജ്ഞ ശുശ്രൂഷയായിരുന്നു, ദുഃഖാചരണമല്ല. 1947 വിശുദ്ധ ജോൺ ബ്രിട്ടായെ പിയൂസ് 12 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിചിന്തനം: ദൈവത്തെ പ്രതി സമസ്തവും ത്യജിക്കുന്നതും അവിടുത്തെ സേവിക്കുന്നതും വലിയ ബഹുമതിയാണ്, മഹത്വമാണ്. ദൈവേഷ്ടത്തിന് സ്വതന്ത്രമായി കീഴ്പ്പെടുന്നവർക്ക് മഹത്വമായ അനുഗ്രഹം ദൈവം കൊടുക്കുന്നു.